ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. ഇന്ന് നമുക്ക് മീനില്ലാത്ത മീൻ കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 വലിയ വഴുതനങ്ങയാണ്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മീൻ കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു മീനില്ലാത്ത മീൻ കറി. അപ്പോൾ ഇത് തേങ്ങ അരച്ച് ചേർക്കാതെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തിരിക്ക യൂസ് ചെയ്യാം. എരിവുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ചെറിയ ഉള്ളി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു മീൻ കറിയാണ് കാണിക്കുന്നത്. നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കാം. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, വറുത്ത ഉലുവപ്പൊടി, വെളിച്ചെണ്ണ, കടുക്, അതുപോലെ ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, പാകത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു മീൻ കറി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കറിക്കായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് മുരിങ്ങയ്ക്ക, അല്ലെങ്കിൽ ടൊമാറ്റോ, പൊട്ടാറ്റോ, അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മീൻ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 4 കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഈ ഒരു മീൻ കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി മീൻ കറി തയ്യാറാക്കാം. അതിനായിട്ടൊരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു ചുവട് കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഈ ഒരു വെളിച്ചെണ്ണയിൽ നമുക്ക് വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 വറ്റൽമുളക് ചേർക്കാം. ഇതിനോടൊപ്പം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർക്കാം. അപ്പോൾ ഇഞ്ചി, ചെറിയ ഉള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അതുകൂടി ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റായിട്ട് വരണം. പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറച്ചും കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർക്കാം. അപ്പോൾ ഉലുവപ്പൊടി ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു മീൻ കറിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം നന്നായിട്ട് തന്നെ വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പുളിവെള്ളം ചേർക്കാം. അപ്പോൾ ഈ ഒരു മീൻ കറിയിൽ ആ ഒരു പുളിയുടെ ടേസ്റ്റും എരിവും കൂടെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു മീൻ കറി കുറച്ചുകൂടെ ഒരു ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പുളിവെള്ളത്തിന് പകരം വേണമെങ്കിൽ ടൊമാറ്റോ ചേർക്കാം. ഇനി മീൻ കറിക്ക് വേണ്ട ആ ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളം ചേർക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. പുളി ചേർത്തതിന് ശേഷം ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലോട്ടിട്ട് ഇനി ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ മീൻ കറിയുടെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അങ്ങനെ മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് എരിവും പുളിയും ഒക്കെ ഉള്ള മീൻ കറിയുടെ അതേ ടേസ്റ്റിലുള്ള മീനില്ലാത്ത മീൻ കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.